സെൻട്രലി കപ്പ് ഹോൾഡർ ഉണ്ടല്ലേ? കപ്പ് ഹോൾഡർ, പിന്നെ അത് മൊബൈൽ ചാർജറൊക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഫാമിലി ലിവിംഗിൽ TV കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഒരു സൈഡിൽ ബെഞ്ച്. ഇതെല്ലാം തേക്ക് ചെയ്തേക്കുന്ന സോഫാ സെറ്റുകളാണ്. ഇപ്പൊ ട്രഡീഷണല് ഇത് ആക്ച്വലി സ്പ്രിംഗ് മാനുഫാക്ചറിങ് സ്പ്രിംഗ് ഉണ്ടാക്കുവാണ്. ഇതാണ് നമ്മൾ ഇങ്ങനെ ആയി വരുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സാണ് ഈ ഫുള്ളായിട്ട് വരുന്നത് കാണുന്നത്. ഇതിപ്പോ ഫിനിഷായി. ഈ രണ്ട് ഫോമും ഈ തുണിയും കൂടെ കമ്പൈൻ ആയിട്ട് പോകും. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം. ന്യൂടെക് മീഡിയ സൊല്യൂഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വീടുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു അവിഭാജ്യ ഘടകമാണ് ഫർണിച്ചറുകൾ. വീടുകൾക്ക് വേണ്ടിയിട്ടും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും എല്ലാ സ്ഥലത്തും ഫർണിച്ചർ ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകത്തില്ല. ഇപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ ഞാൻ ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് ഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ഇപ്പം നിങ്ങൾക്ക് നിലവിൽ കണ്ടാൽ മനസ്സിലാകാൻ പറ്റുമായിരിക്കും, ഇതൊരു അതിവിശാലമായ വിപുലമായ ഒരു ശേഖരം തന്നെയാണ്. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അവരുടെ ആക്ടിവിറ്റികൾ, അവരെവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ഏകദേശമുള്ള പ്രൈസ്, നിങ്ങൾക്കിതെങ്ങനെ സാധനം ഇത് ഇവരെ നിന്ന് മേടിക്കാൻ പറ്റും, കൂടാതെ തന്നെ ഓരോരോ പ്രൊഡക്റ്റുകളെ 1 by 1 ആയിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ വില, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, വാറണ്ടി, ഇവ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിറ്റ്സ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജുവൽ സെബാസ്റ്റ്യൻ, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഞങ്ങളുമായിട്ട് 2-3 വർഷമായിട്ട് പരിചയമുണ്ട്. ഞാനിന്ന് പരിചയപ്പെടുത്താണ്. ചേട്ടാ ഞാനുണ്ട്, സുഖം തന്നെ. ശരി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറയാമോ? പറയാമല്ലോ. എത്ര നാളായി നമ്മൾ ഈ മേഖലയിൽ വന്നിട്ട്, എവിടേക്കാണ് നമ്മുടെ ആക്ടിവിറ്റികൾ, നമ്മുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? അതായത് 2004 ഞാനിത് ഡിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് പ്രൊഡക്ഷൻ അല്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇമ്പോർട്ടായിരുന്നു. ചൈനയിൽ യാദൃശ്യമായിട്ട് ചൈനയിൽ പോയപ്പം അവിടെ ഫർണിച്ചർ ഐറ്റങ്ങൾ കണ്ടപ്പം അവിടുന്ന് നമ്മൾ പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് ഏകദേശം 2010 വരെ നമ്മൾ ഇമ്പോർട്ടായിരുന്നു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ അവിടുന്ന് റോ മെറ്റീരിയൽ കൊണ്ടുവന്നു. അവിടുന്ന് തന്നെ മിഷനറികൾ കൊണ്ടുവന്ന് ഇവിടെ യൂണിറ്റുകൾ തുടങ്ങി. ഏകദേശം 5 യൂണിറ്റോളം നമുക്കുണ്ട്. ഫർണിച്ചർ, അതിൻ്റെ ഫർണിച്ചർ തന്നെ പല സെക്ഷൻ, അതായത് ഓഫീസ് ഫർണിച്ചർ, ഹോട്ടൽ ഫർണിച്ചർ, ഹൗസ് ഫർണിച്ചർ, ഇങ്ങനെ 3ആയിട്ട് തിരിച്ച് അതുപോലെ തന്നെ മാട്രസ്, ഇതിൻ്റെ എല്ലാം മിഷനറികൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് 5 യൂണിറ്റോളം ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇപ്പം പ്രവർത്തിക്കുന്നു. ഇപ്പം നിലവിൽ 5 യൂണിറ്റോളം ഉണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 3 യൂണിറ്റും പുറത്ത് 2 യൂണിറ്റും. ശരി, എന്തൊക്കെ മാനുഫാക്ചറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം? നമ്മൾ ഫർണിച്ചർ ഐറ്റത്തിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിലെ കംപ്ലീറ്റ് ഷോപ്പ് വഴി നമ്മൾ സപ്ലൈ ഉണ്ട്. ചെയ്യുന്നത് കസ്റ്റമറുടെ ആവശ്യാനുസരണത്തിലുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സോഫകളാണ് ചെയ്യുന്നത്. അത് പല കളറിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുകയാണ്, നമുക്ക് ഇന്ന ഒരു ഇമേജ് കാണിച്ചിട്ട് ഇന്ന തരത്തിലൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് കസ്റ്റമൈസ് തീർച്ചയായിട്ടും അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഡൈനിങ് ടേബിളുകളുണ്ട്, അതുപോലെ കോട്ടുണ്ട്, കട്ടിലുകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വുഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രീറ്റഡ് വുഡിൽ. അത് ഇപ്പോൾ തേക്കിലും കൂടെ ചെയ്യുന്നുണ്ട്. ഓഫീസ് ഫർണിച്ചറുകൾ, ടേബിള്, വാർഡ്രോബ്സ്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ മാട്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് സ്പ്രിംഗ് മാട്രസ് ആണ്. ബോണസ് സ്പ്രിങ്ങിലും പോക്കറ്റഡ് സ്പ്രിങ്ങിലും ഉള്ള സ്പ്രിങ്ങിൻ്റെ ഐറ്റങ്ങളാണ് ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയത് 2010 ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ എല്ലാ പ്രോഡക്റ്റിലും ഞങ്ങളുടെ സ്റ്റിക്കർ ഉണ്ടാവും. ഞങ്ങളുടെ പ്രോഡക്റ്റ് കണ്ടാൽ തിരിച്ചറിയത്തക്ക രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു 70-80 സ്റ്റാഫോളം മൊത്തത്തിൽ ഉണ്ട്. അതായത് നോർത്ത് ഇന്ത്യൻസ് തൊട്ട് എല്ലാം ആയിട്ട് 70-80 പേരോളം ഉണ്ട്. ഡ്രൈവർമാർ, അതുപോലെ ഫീൽഡിൽ പോകുന്നവർ, എല്ലാവരും കൂടെ കൂട്ടി. എവിടെ ഇപ്പം എത്ര ലോങ് ആണ്, കേരളം കംപ്ലീറ്റ് ഞങ്ങൾ സപ്ലൈ ഉണ്ട്. അപ്പോൾ എപ്പം ഏത് സമയത്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഒരു സാധനം, ഒരു സെറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൈനിങ് ടേബിൾ പറഞ്ഞാലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഹലോ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഓരോന്ന് പരിചയപ്പെടാം. തീർച്ചയായും നമുക്ക് എല്ലാം പരിചയപ്പെടണം. ഓക്കെ, തീർച്ചയായും വരും. ഇത് നമ്മുടെ ഫുള്ളി ഒരു റിക്ലൈനർ ടൈപ്പ്, കിടക്കുമ്പോൾ ബെഡ് പോലെ ആകുന്ന റിക്ലൈനർ ടൈപ്പ് ചെയറാണ്. ഫംഗ്ഷനിങ്ങുള്ള, നമുക്ക് റിക്ലൈനർ സാധാരണ ഇരിക്കുമ്പോൾ മറിഞ്ഞു പോകത്തില്ലേ. ഇതിപ്പം മറ്റുള്ള ഇതിനെ സംബന്ധിച്ചുള്ള വ്യത്യാസം എന്നാ വരുന്നത്? ഇതിപ്പോൾ നമുക്ക് ചെറിയ ചെയറിനെ സംബന്ധിച്ചുള്ള ഇത് ഹൈലി എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ പിന്നെ ഇപ്പം നടക്കാം. തീർച്ചയായിട്ടും ഇല്ല ഷുവർ ഉണ്ട്. അപ്പോൾ ഇനി ബെഡ് പോലെ ആവും. ഇല്ല, പേടിക്കണ്ട.
അപ്പം ഇതൊരു ഹൈലി എക്സിക്യൂട്ടീവ് ആണ്. അപ്പം അതിൻ്റെ മീഡിയം, അതിൻ്റെ ലോ, അങ്ങനെ പല. അപ്പം ഇത് ചെയർ ഇതിന് വേറെ കളർ, ഇത് കളേഴ്സാണ്, ഓരോ കളേഴ്സ്. പിന്നെ മെറ്റീരിയൽ ലെതറാണ്. പറയാമോ? അപ്പോൾ ഇത് ലെതറാകുമ്പോൾ ടോപ്പ് ഒരു 20,000 മുതൽ 24,000 ആണ്. 4,000 ഉണ്ട് സ്റ്റാർട്ടിങ്. 4000 ഇത് 24 വരെയുള്ള, ഇത് 4000 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട്. ചെയറുണ്ട്. ഈ കാണുന്ന എല്ലാം. അപ്പം ഇതൊക്കെ ഒരു 4,500-5,000 രൂപ വരെയുള്ള കമ്പ്യൂട്ടർ ചെയർ. പിന്നെ മീഡിയം മാനേജ് ചെയർ, എക്സിക്യൂട്ടീവ് ചെയർ. ഇത് ഏറ്റവും ടോപ്പായിട്ടുള്ള ഹൈ എക്സിക്യൂട്ടീവ് ചെയറാണ്. പിന്നെ നെറ്റിൻ്റെ ഇത് കണ്ടോ, നെറ്റ് ടൈപ്പ്. അത് നമ്മൾ ബാഗിൽ ഇത് റെക്സിന് പകരം നെറ്റാണ്. ഇപ്പം അറ്റ്മോസ്ഫിയറൊക്കെ എത്ര ചൂടാണെങ്കിൽ നമുക്ക് നെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിയർക്കത്തില്ല. സാധാരണ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഓഫീസ് അല്ല, ഇപ്പം എല്ലാവരും ബക്കറ്റ് ഫോം അല്ലേ. അപ്പോൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും കംഫർട്ടാണ്. ഇപ്പോൾ തറ നല്ല ഒരു അതുകൊണ്ടിരിക്കാം. വാറണ്ടി സർവീസ് ഒക്കെ എങ്ങനെയായിരിക്കും? 1 ഇയർ ഗ്യാരണ്ടി പ്ലസ് 5 ഇയറാണ് പറയുന്നത്. 5 അല്ല, ഞങ്ങൾ 8-10 വർഷം. ഇതിന് വേറെ ഒന്നും സംഭവിക്കാന്നില്ല. ഗ്യാസ്കറ്റിൻ്റെ കമ്പനി വന്നെങ്കിൽ മാത്രമല്ല, വേറെ നമ്മൾ തന്നെ മാനുഫാക്ചറിങ്. നമുക്ക് ഓരോ റൂട്ടുകളിൽ ആൾക്കാരുണ്ട്, റെപ്പുമാരുണ്ട്, പിന്നെ സർവീസ് എഞ്ചിനീയർ അവർ പോയി നോക്കാറുണ്ട്. ഇതും ബാർ കൗണ്ടർ ചെയർസാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ എല്ലാവരും ബാർ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ. പിന്നെ ഈ കിച്ചണിലുണ്ടല്ലോ, ഇപ്പോൾ കിച്ചണിലിപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂട്ടി ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ 2 പേരും ഉള്ളെങ്കിൽ അത് തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് അവർക്ക്. ഇതൊരു 2 ഡോർ വാർഡ്രോബാണ്. 2 ഡോർ വാർഡ്രോബ്, 3 ഡോർ വാർഡ്രോബ് അങ്ങനെ പറയപ്പെടുന്നത്. ഇതിപ്പോൾ വിത്ത് ഡ്രസ്സിങ്ങിന്റെ ഐറ്റം വെക്കാനുള്ളത്. ഇത് കണ്ടോ, ഡ്രസ്സിംഗ് ഐറ്റം വെക്കാനുള്ള ഈ ഡോർ ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ്, നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പം സാറിൻ്റെ ഒരു വീട്ടിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് നോക്കും, അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കും. ചിലപ്പോൾ 2 ആയിരിക്കും 3 ആയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു, പിന്നെ സാറിന് ഇതിനകത്ത് ഓപ്ഷൻ കാണും, ഇത്ര ഡ്രോ വേണം, ഇത്ര ഹാങ്കർ വേണം, ഇവിടെ ഗ്ലാസ് വേണം. അപ്പം നമ്മൾ ആ ഒരു അളവിൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പോൾ 2 ഡോർ 3 ഡോർ. ഇത് പാർട്ടിക്കിൾ ബോർഡ്, നോ ഓപ്പൺ. ഇതോ ഇല്ല, ഇത് നമ്മൾ ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടെ വലിപ്പം കൂടുതൽ. അത് 3 ഡോറാ. 3 ഡോറിന്റെ. ഇത് 1 2 3. ആ സാർ, ഇത് കണ്ടോ, ഒരു കോംബോ ഓഫറാണ്. കോംബോ, അതായത് ഇത് നമ്മളൊരു റൂം ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. ഇവിടെ കട്ടിലുണ്ട്. 4 ഡ്രോ, ഓപ്പൺ ഡ്രോ ആണ്. കണ്ടാ, നമുക്ക് അകത്ത് ഇത്രയും ഫുൾ സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. പോകത്തില്ല. അത് നമുക്ക് ഈ ഡംപ് ചെയ്യുന്ന ഐറ്റംസും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റും. ഒരു കട്ടിലുണ്ട്, പിന്നെ ഒരു സൈഡ് ബോക്സ്, കോട്ട് സൈഡ് ബോക്സ് ഡ്രോയുള്ള, പിന്നെ ഇതൊരു ഡ്രസ്സിംഗ് യൂണിറ്റ്, പിന്നെ അലമാരി. ഇങ്ങനെ 4 യൂണിറ്റ് 3 ഡോർ അലമാരി. ആ, ഇത് ഉപയോഗിച്ചേക്കുന്നത് ഷീറ്റ് ക്ലോത്ത് എന്ന് പറയുന്നത്, ഡബിൾ ഷെയ്ഡ് ക്ലോത്ത് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത് 2-3 ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ഞാൻ ഈ ഒരു മോഡൽ മാത്രം പറയുന്നത്, അതിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാഗുണ്ടോ, ഇതൊരു 4 ഇഞ്ച് ഫോമിങ് ആണ്. സാർ നോർമൽ 2 അല്ലെങ്കിൽ 1 ഇഞ്ച് 2 ഇഞ്ച് ഫോമിങ് ഉള്ളൂ സാധാരണ സോഫയുടെ പുറകിൽ ചെയ്താൽ മതി. അതുപോലെ സീറ്റ് കണ്ടോ, ഇത് പോക്കറ്റ് സ്പ്രിങ്ങും ഫോമുമാണ്. അപ്പോൾ ഇരിക്കുന്ന കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കംഫർട്ട് കിട്ടാൻ വേണ്ടി പോക്കറ്റ് സ്പ്രിങ്ങും ആണോ, നല്ല സപ്പോർട്ടാണ്. ഇതിന്റെ ഏകദേശം വില എങ്ങനെയാണ്? ഏകദേശം എത്ര തൊട്ട് എത്ര എന്ന് പറയാം, കറക്റ്റ് പറയണമെന്നല്ലേ? 28,000 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 28,000 സ്റ്റാർട്ട് ചെയ്താൽ 58. അതാണ് നമ്മുടെ വില ഭാഗം. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്താണ്. അത് പറഞ്ഞ് ഡബിൾ ഷെയ്ഡ് ക്ലോത്താണ്. ഇത് വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്താണ്. പിന്നെ റെക്സിലുണ്ട്, ജൂട്ടുണ്ട്. അപ്പം ഇതെല്ലാം സാറേ ഒരു കാര്യം, ഇതെല്ലാം വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്ത്. അത് വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്ത്, ഇത് ഡബിൾ കളർ ക്ലോത്ത്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാറിന് വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്ത് ഇഷ്ടപ്പെട്ടില്ല, സാറിന് ജൂട്ടായിരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്താണല്ലോ, ഇത് മാറ്റിയിട്ട് കഴിയും. ഇതെല്ലാം കോർണർ ടൈപ്പ് സോഫ സെറ്റിലാണ്. ഇതാണ് റെക്സിൻ എന്ന് പറയുന്നത്. റെക്സിൻ അല്ലേ? റെക്സിൻ എന്ന് പറഞ്ഞാൽ ചിലർ പറയും ആർട്ടിഫിഷ്യൽ ലെതർ, സിന്തറ്റിക് ലെതർ, പക്ഷേ എല്ലാം റെക്സിനാണ് അല്ലേ? ഇതാണ് ജൂട്ട്. ഇതായിരുന്നു തുടക്കം പോലെ ഉണ്ടായിരുന്ന സംഭവം ജൂട്ട്. നേരത്തെ പോലെ ഈ വെൽവെറ്റ് ഷെയ്ഡൊക്കെ വന്നിപ്പോൾ 5-8 വർഷമായിട്ടുള്ളൂ. ഇതായിരുന്നു ഒരു 17 വർഷമായിട്ട് ഞങ്ങൾ അന്നും ഇന്നും ഒരുപോലെ ഉപയോഗിക്കുന്ന മോഡലാണ് ജൂട്ട്. ഇരിക്കുന്നതിന് കംഫർട്ട് കുറവൊന്നുമില്ല. ഇപ്പം ഇതൊരു 10,000 സോഫയാണ്. ഇത് ഇരുന്നിട്ടും അത് 48 അവർ റേഞ്ചുള്ളതാണ്. പക്ഷേ നമ്മൾ എല്ലാത്തരത്തും ഫോക്കസ് സ്പ്രിംഗ് കിട്ടുന്ന കാരണം നമുക്ക് ഇരിപ്പം എപ്പോഴും നല്ല സുഖം. ഈ വൺ സൈഡ് ബെഡ് ടൈപ്പ് നമ്മുടെ ടിവിയുടെ ഓപ്പോസിറ്റ് നമുക്ക് ഇരുന്നും കിടന്നും കാണാനായിട്ട് കാണാൻ പറ്റും അല്ലേ? ഫാമിലി ലിവിംഗിൽ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മോഡൽ. ഇത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇത് സീറ്റ് മറ്റേ വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്ത്. ഇതോ ഈ വന്നിരിക്കുന്നോ? അത് വെൽവെറ്റ് ഷെയ്ഡ് ക്ലോത്ത്. ഇത് നല്ല ഭംഗിയാണ്. ഇതൊരു ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. നല്ല അടിപൊളി കേട്ടോ. ഇതിപ്പോൾ സാറ് പോകുന്ന കടകളിൽ ഈ സാധനം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം വരെയുള്ള കടകളിലൊക്കെ പറഞ്ഞില്ലേ ഇത് ഇപ്പൊ ഞാൻ പല കളർ ചെയ്തേക്കുന്ന ഏത് കളറും ചെയ്യാമെന്ന് കസ്റ്റമർ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മാറ്റി ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ടീപ്പോ അല്ലേ വന്നിരിക്കുന്നത്? എല്ലാം ടീപ്പോ എല്ലാ സോഫ ഇടയ്ക്ക് ഓരോ ടീപ്പോയിട്ടുണ്ട്.
ഇതെല്ലാം റബ്ബുഡ് കേട്ടോ. ഇപ്പോൾ എല്ലാം ചെയ്യുന്നതെല്ലാം 90% റബ്ബുഡ് തന്നെ ചെയ്തേക്കുന്നത്. ഇത് തന്നെ ദിവാൻ കോട്ടൺ. ഇതൊരു സിമ്പിൾ ദിവാൻ. സിമ്പിൾ ദിവാൻ സാധാരണ ഒരു 20 ഇഞ്ച് ദിവാനാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. പക്ഷെ ഞങ്ങൾ 32 ഉണ്ട്. കാരണം ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുന്നത് കിടക്കണമെങ്കിൽ ആ ഒരു ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത്. ഇത് തന്നെ പറ്റിയല്ലേ? ഇത് റെക്സിൻ തന്നെയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. അതാണ് നമുക്ക് സെൻട്രലിൽ കപ്പ് ഹോൾഡർ ഉണ്ടല്ലോ. കപ്പ് ഹോൾഡർ. പിന്നെ അത് മൊബൈൽ ചാർജറൊക്കെ ഉണ്ട് കേട്ടോ. മൊബൈൽ ചാർജറുണ്ട്. മൊബൈൽ ചാർജർ ഉണ്ടല്ലോ. ചായ കാപ്പി ഒക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് നമ്മുടെ വെൽവെറ്റ് ഷെയ്ഡ്. ഇത് വെൽവെറ്റ് ഷെയ്ഡ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഇതിൻ്റെയൊക്കെ ഓൾറെഡി നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ വില പറഞ്ഞാണ് പോകുന്നത്. എങ്കിലും വിലയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോർഡിനകത്ത് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലേ ഏട്ടാ? തീർച്ചയായും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സാറ് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ വില പറയാം, കുഴപ്പമില്ല. നമ്മൾ മെയിനായിട്ട് ഫാമിലി ലിവിങ്ങിൽ ടി വി കാണാനായിട്ട് വേറെ ബെഡ് കിടക്കാനായിട്ടുള്ള വിതരണം മേടിച്ചിടുവാണെങ്കിൽ നമുക്ക് ടി വി കാണാം. ഇത് കാറൊക്കെ ജസ്റ്റ് പ്രശ്നമാണ്. അടച്ചോ അത് ഇവിടെ ഉണ്ട്, അവിടെ 2 സൈഡിലുണ്ട്. ഇത് നമുക്ക് അളവനുസരിച്ച് ചെയ്യാം. നമുക്ക് എല്ലാം കസ്റ്റമൈസ് സോഫയും കസ്റ്റമൈസ് ആണ്. അടുത്ത സെക്ഷനിലേക്ക് ഇത് കംപ്ലീറ്റ് ഉണ്ടല്ലേ? സെക്ഷൻ തേക്കിന് സെക്ഷൻ വേറെയാണ്. പക്ഷെ അവിടെ സ്പേസിന്റെ കുറച്ച് കുറവാണ് ഇങ്ങോട്ട് ഇട്ടേ ഉള്ളൂ. ഇത് സെറ്റാണ് ഫുൾ വരുന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് മുഴുവൻ സോഫയുണ്ട്. ഇനിയിപ്പോ ആ സെക്ഷനിലേക്ക് കയറുന്നതെല്ലാം ഫുഡിന്റെ സോഫയുണ്ട്. ഇവിടെ തന്നെ ഇറങ്ങാം. രാജാപ്പാട്ട് സാധനം ഇറ്റാലിയൻ മാർബിൾ അല്ലേ? തേക്കിന്റെ സ്ട്രക്ചർ PU ഫോം മോൾഡിംഗ് ഫോം. ഇത് PU മോൾഡിംഗ് ഫോമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇതുപോലെ കഴിക്കാൻ വെച്ചാൽ മതി. ഇതെല്ലാം കൂടെ എന്നാ വരുന്നുണ്ട്? ഒരു 120. ഇതൊരു വേറൊരു അതിനേക്കാൾ ഇച്ചിരി കോസ്റ്റ് കുറഞ്ഞൊരു മോഡല്. കാര്യമുണ്ട്. നല്ല സുഖം ഇരിക്കാൻ നല്ല സുഖമാണ്. ഇപ്പൊ ചിലപ്പോൾ ഇത് വേണ്ട, ഇതിന് ഒത്തിരി ഭക്ഷണം കഴിക്കുമെന്ന് പറയും പോകുന്നുണ്ട്. സുഖം കുടിക്കാൻ ഇരുന്ന് പോകും. കണ്ടോ? അപ്പൊ ഇത് മോൾഡിംഗ് ഫോമാ സീറ്റ് വരുന്നത്. അതാണ് ഒരു കംഫർട്ട് വരുന്നത്. അതേ കംഫർട്ട്. അടിപൊളി സോഫ ഇരിക്കുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ സാധാ ഓർഡർ. ഇത് 1 സൈഡ് ബെഞ്ച്. കാരണം ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ ഇട കുറവുള്ള സ്ഥലമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഒരു സൈഡിൽ ബെഞ്ച്. ഈ ബെഞ്ച് നമുക്ക് ആവശ്യമുണ്ട് മാത്രം ഇട്ടാൽ മതി. ഇല്ലിനകത്തേക്ക് കയറി പൊക്കോളും. അപ്പൊ നമ്മൾ ഈ ഇട കുറഞ്ഞ വീടുകളിൽ ആൾക്കാർ സൈസ് ചെയ്യുന്ന മോഡലാണ്. കാര്യം ഇപ്പോൾ വീടുകൾ നമ്മുടെ അച്ഛനും അമ്മയും ഒരു കൊച്ചു വലിയ വീട്ടിൽ കാണുന്നത്. അപ്പൊ അവർക്ക് 3 കൊണ്ട് സീറ്റ് ഉണ്ട്. പിന്നെ ഗസ്റ്റ് വന്നാൽ മാത്രം ഇട്ടാൽ മതി. ഇതിപ്പോ നമുക്ക് ഇവിടെ എത്ര വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റുകളുണ്ട് ചേട്ടാ? ഇവിടുത്തെ ഈ ഡൈനിങ് നമുക്ക് 26 മോഡലാണ്. 26 മോഡൽ അല്ലേ? അത് 31,000 to 1,20,000. 1,20,000 31, 35, 38, 40, 47. ഇതിന് ചിലപ്പോൾ ഗ്ലാസും മാറ്റാം കേട്ടോ. ചിലപ്പം ബ്രൗൺ ഗ്ലാസ് ആയിരിക്കും, ബ്ലാക്ക് ഗ്ലാസ് ആയിരിക്കും, വൈറ്റ് ഗ്ലാസ് ആയിരിക്കും. അതിപ്പോൾ ഏതാണോ ആ ഒരു ഇതിൽ. ഇതെല്ലാം തേക്ക് ചെയ്തേക്കുന്ന സോഫാ സെറ്റുകളാണ്. ഇപ്പം ട്രഡീഷണല് ഇത് തന്നെ കോസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു 42, 43, 44, 36 മോഡലുണ്ട്. ഒരു 40, 45. അപ്പൊ ഇതിന്റെ ആണെങ്കിൽ സാധനം ഇതിനൊക്കെ ഫോമിംഗ് കപ്പാസിറ്റി കൂടുതലുള്ളത്. നോർമലി വുഡൻ സോഫ ചെയ്യുമ്പോൾ 2 ഇഞ്ച് ഫോമേ ഉള്ളൂ. നമ്മളത് 4 ഇഞ്ച് ഫോം പ്ലസ് ഫൈബർ പില്ലാണ്. അപ്പൊ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ റബ്ബുഡില്ല. ഇതിന്റെ ബേസ് ആണ്. ഇതൊക്കെ ഒരു 26,000 പോലെ. അത് 3 കോർണർ ആണ്. 2-3 അല്ല, 3 കോർണർ. ഒരു 26,000 സ്റ്റാർട്ട് ചെയ്യാം. ഇത് റൗണ്ട്. ഇത് റൗണ്ട് ഡൈനിങ് സെറ്റ് ഞാൻ പറഞ്ഞു. ഇത് ഈ ചെയർ ഇങ്ങനെ നമുക്ക് മടക്കി വെക്കാം. പണ്ടത്തെ മടക്കസേരയില്ലേ? ഇത് നമ്മുടെ ഓപ്പൺ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ. ഓപ്പൺ ഗാർഡനിൽ അത്യാവശ്യം ഒരു വൈകുന്നേരം ഇതിൽ കാപ്പി കുടിക്കാനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഇച്ചിരി ഡിസൈൻ വർക്കുള്ള അല്ലേ? ഡിസൈൻ വർക്കുള്ള. ആ ഡിസൈൻ വർക്ക് ചെയറിലും വരും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ടേബിളിൽ എന്ത് വർക്കുണ്ടോ അത് നമ്മൾ ചെയറിലും വരും. അങ്ങനെയാണ് ഇത് മാച്ചിങ് പറയുന്നത്. തമ്മിൽ മാച്ചാണത്. മാച്ചാവും. ഇതാണ് ഇതിന്റെ ഈ വർക്കാണ് നമ്മൾ ടേബിൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്പ്രിംഗ് മാട്രസ് കേട്ടോ. ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇതിന്റെ നീളം, വീതി, ഇതിന്റെ മാറ്റർ, അതിന്റെ പൊക്കം, ഇതിന്റെ മാനുഫാക്ചറിംഗ്. ഇത് കട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തിട്ടേക്കുന്ന സാധാരണ വരുന്ന കട്ടിലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട് 6.25 നീളം, 5 അടി. അതാണ് ഫാമിലി കോട്ട്. അതിനുപയോഗിക്കുന്നത് നമ്മൾ ഈ തരത്തിലുള്ള ഡിറ്റ്സിന്റെ, ഇത് ഡിറ്റ്സിന്റെ തന്നെ മാനുഫാക്ചറിങ് വരുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നമ്മുടെ യൂണിറ്റ് ഇപ്പൊ കാണിക്കുന്നത് ഇത് തടി. അത് നമുക്ക് കട്ടിൽ പറയാം. കട്ടിൽ നമ്മൾ ഇതുപോലെ റബ്ബുഡും തേക്കും. 2 ഇതിലാണുള്ളത്. അതിപ്പം ഇപ്പൊ കിടക്കുന്ന ഫാമിലി ആണെങ്കിലും ചിലപ്പോൾ സാറിന് ആവശ്യം ഡബിൾ കോട്ട് ആയിരിക്കും, ചിലപ്പോൾ കിങ് സൈസ് ആയിരിക്കും. അതുപോലെ മാട്രസ് നമുക്ക് കസ്റ്റമൈസായിട്ട് ചെയ്യാൻ പറ്റും.
ഇതെല്ലാം തേക്കിന്റെ കട്ടില്ല. ഇത് തേക്കിന്റെ, ഇത് തേക്കിന്റെ, അത് തേക്ക തേക്കിന്റെ. സോഫയും അതുപോലെ തന്നെ. ഇനി സാർ മാട്രസ് നമ്മൾ പറഞ്ഞ മാട്രസ് നമുക്ക് 2 തരം സ്പ്രിംഗ് ആണുള്ളത്. ഇതാണ് സാധാരണ ബോണസ് സ്പ്രിംഗ് എന്ന് പറഞ്ഞതിന്റെ സ്പ്രിംഗ്. ഇതാണ് പോക്കറ്റ് സ്പ്രിംഗ്. പോക്കറ്റ് സ്പ്രിംഗ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതെന്നാ പറയുന്നത്? പോക്കറ്റ് സ്പ്രിംഗ്. പോക്കറ്റ് സ്പ്രിംഗ്. ഇത് ബോൺ സാധാരണ. ഇതാണ് സാധാരണ മാർക്കറ്റിൽ വരുന്ന ബോൺ സ്പ്രിംഗ്. ടൈറ്റ് അതുപോലെ ഹാർഡാണ്. അതിന്റെ ബെഡാണ് ഇത്. സാർ ഇത് പിടിക്കും പറയാം. അത് കണ്ടോ, ഈ ബോൺ സ്പ്രിംഗിന്റെ ബെഡാണ് ഇത്. ഇത് കണ്ടോ, നല്ല ഹാർഡല്ല. അതേസമയം പോക്കറ്റ് സ്പ്രിംഗ് ഇരുന്ന് നോക്കി. കണ്ടോ, നല്ല വ്യത്യാസമില്ലേ? പിന്നെ ബെഡിൽ തന്നെ പല റേഞ്ച് ഉണ്ട്. പില്ലോ ടോപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഫോം ഇങ്ങനെ വരുന്നത്. പില്ലോ ടോപ്പ് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫോം വരും നമുക്ക്. പിന്നെ 2 ഇഞ്ച് അതിനുള്ള യൂറോ ഫോം ഇത് കണ്ടോ. പിന്നെ ഉണ്ട് ഇത് ലാറ്റസ് ടോപ്പ്. ഇതിന് മുകളിൽ ലാറ്റസ് ഫോമാണ്. പിന്നെ ലാറ്റസ് ഫോം ഉണ്ട്, പിന്നെ മെമ്മറി ഫോം ഉണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് താല്പര്യമുള്ളത്. ഇത് ആക്ച്വലി സ്പ്രിംഗ് മാനുഫാക്ചറിങ് സ്പ്രിംഗ് ഇപ്പോൾ ഉണ്ടാക്കുവാണ്. നമ്മൾ നെട്ടയ്ക്കകത്ത് സ്പ്രിംഗ് വിളിച്ച് മേടിക്കുന്നില്ല, നമ്മൾ തന്നെ മാനുഫാക്ചർ എടുക്കുന്ന സംഭവമാണ് ഇത്. അതിന്റെ യൂണിറ്റാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ മെഷീനിൽ നമ്മൾ ഇതിനകത്ത് പ്രോസസ് കയറുകയാണ്. ഇത് നമ്മൾ ആവശ്യം അനുസരിച്ച് ഓരോ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയാണ് അതിന്റെ കട്ടിങ് ചെയ്യുന്നത്. ഓരോ സൈസ് കട്ട് ചെയ്തെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഈ യൂണിറ്റ് നേരെ ഇങ്ങോട്ടാണോ സൈസ് ഇവിടെ റെഡിയാക്കി വെക്കുന്നത്. ഈ ബോർഡർ അടിച്ചിട്ട് ഈ വരുന്ന സാധനം ഇതാണ് നമ്മൾ ഇങ്ങനെ ആയി വരുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ്സാണ് ഈ ഫുള്ളായിട്ട് വരുന്നത് കാണുന്നത്. അതിന്റെ മുകളിൽ ഇത് ഫെൽറ്റ് അടിക്കുന്നത്. നമുക്ക് ഒരളവുണ്ടല്ലോ, അതനുസരിച്ച് ഇതിന്റെ മുകളിലേക്ക് വന്നിട്ട് അതിന്റെ മുകളിൽ ഇത് ഫെൽറ്റിന്റെ മുകളിലേക്ക് ഇത് ഫോമിങ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏത് ടോപ്പാണോ വേണ്ടത്, ഞാൻ അവിടെ പറഞ്ഞില്ലേ, പോക്കറ്റ് ലാറ്റസ് ടോപ്പ് ഉണ്ട്, മെമ്മറി ടോപ്പ് ഉണ്ട്, യൂറോ ടോപ്പ് ഉണ്ട്. അത് അതിന്റെ മുകളിൽ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബേസ്. ഇത് കണ്ടോ, ഇതെന്റെ ഫൈനൽ. അതുകൊണ്ട് നമ്മൾ പ്രോസസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഇതിന്റെ ഇവിടെ തയ്ക്കുന്ന ആദ്യം ഞാൻ കാണിച്ചു. ഒരു തയ്യലുണ്ട്. ആ തയ്യൽ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ കേട്ടോ ഫൈനലായിട്ടുള്ള വർക്കാണ്. ഇതിന്റെ മുകളിൽ ഫോം വരാനുണ്ട്. ആ ഫോം വെച്ച് തയ്ക്കുമ്പോഴാണ് പില്ലോട്ട് ഓരോ മോഡൽ വരുന്നതനുസരിച്ച് വ്യത്യാസം വരുന്നത്. ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ്. ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ അത് ഇത് വേറെ മെഷീൻ, സെയിം ഇത് തന്നെയാണ്. ഇത് വേറെ മെഷീനാണ്. ഇതിപ്പോൾ ഫിനിഷായി ഫൈനൽ സ്റ്റേജ്. ഇനി എടുത്ത് നമ്മളെ ഗോഡൗണിലേക്ക് മാറ്റുക. ഇത് ഇവരുടെ ഒരു മാട്രസ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് പ്രോസസ് ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇതൊരു കിൽറ്റിംഗ് യൂണിറ്റ് ആണ്. കിൽറ്റിംഗ് 2 ഫോം പോകുന്നുണ്ടോ? കണ്ടു. 2 ഫോം, ഒന്നിതും ഇത് രണ്ടും ഒരുപോലെ പോവുകയാണ്. അതിൽ മെഷീനിൽ കയറിയിട്ട് നമുക്ക് അവിടുന്ന് തുണി കയറി വരും. ഈ 2 ഫോമും ഈ തുണിയും കൂടെ കമ്പൈൻ ആയിട്ട് പോകും. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം. ഈ നൂല് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അതിന് നൂല് വരുന്ന പോർഷൻ ഇവിടുന്ന് പോകുന്നു. സ്റ്റിച്ച് ചെയ്യുന്നു. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡ് കണ്ടോ, കണ്ടു ഡിറ്റ്സ് കണ്ടു. അങ്ങനെയാണ് പോകുന്നത്. അതിന്റെ അങ്ങോട്ട് വരുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ അടുത്ത് വരുന്നത് ഇവിടെയാണ് അതിന്റെ ഇത് ഇമ്പോർട്ടൻ്റ് മെഷീനറി അല്ലേ? ഫുള്ളി ഇമ്പോർട്ടൻ്റ് മെഷീനറി. നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമ്മൾ മാട്രസിന്റെ ഇതാണ് മോൾഡ്. ഇതാണ് മോൾഡ്. ഇപ്പം സാധാരണ ഒരു സ്ഥലത്ത് ഇത് കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഇത് ജോബ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. ഞങ്ങളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തരത്തിലുള്ള വീഡിയോകളായിരിക്കും, പ്രൊഡക്റ്റിനെയും സർവീസിനെയും പരിചയപ്പെടുന്ന വീഡിയോകളായിരിക്കും ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളുമാണ് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.